റബ്ബിന് നന്നായി ശുക്ർ ചെയ്യൂ. അങ്ങനെ റബ്ബിന് ശുക്ർ ചെയ്യേണ്ടുന്ന മാസമാണ് ശഅബാൻ. വരാൻ പോകുന്ന റമളാനും അങ്ങനെയല്ലേ. ആ റമളാനിനെ സ്വാഗതം ചെയ്യാൻ അതിനൊരു പ്രാക്ടീസിംഗ് മന്താണ് ശഅബാൻ. ആ ശഅബാനോ വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസം എന്നല്ലേ ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോടൊപ്പം കിടന്നുറങ്ങിയ സമയം ഹദീസിൽ കാണാം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ മഹദിയുടെ കൂടെ കിടന്നുറങ്ങുകയാണ്. അതൊരു ബറാഅത്തിന്റെ രാവാണ്. ആ ബറാഅത്തിന്റെ രാവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? അതേ അല്ലാഹു തആല ആ രാവിൽ ചോദിക്കും, മലാമിൻ മുസ്തഗ്ഫിരിൻ, എന്നോട് പൊറുക്കലിന് ചോദിക്കുന്നവരുണ്ടോ? ഞാൻ അവർക്ക് മാപ്പ് നൽകാൻ റെഡിയാണ്. അലാമിൻ മുസ്തർസിഖീൻ, എന്നോട് റിസ്ക് ചോദിക്കുന്നവരുണ്ടോ? അവർക്ക് റിസ്ക് നൽകാൻ ഞാൻ റെഡിയാണ്. വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ? ആ വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ എന്നോട് ദുആ ചെയ്യുന്നവരുണ്ടോ? അവരുടെ വിഷമവും പ്രയാസവും നീക്കിക്കൊടുക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷേ അവർ ചോദിക്കാൻ റെഡിയാകണം. ഞാൻ ഇവിടെ റെഡിയായിട്ട് തന്നെയാണ് അവർ ചോദിക്കാൻ റെഡിയാകണം. കാരണം ആ ബറാഅത്തിന്റെ രാവോ അതേ ഖൂമൂ ലൈലഹാ വസൂമൂ യൗമഹാ, അന്നത്തെ രാവിൽ നിങ്ങൾ ധാരാളം നിസ്കരിക്കൂ എന്ന് പറഞ്ഞില്ലേ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പകൽ നോമ്പ് നോൽക്കൽ സുന്നത്താണ്, രാത്രിയിൽ ധാരാളം നിസ്കരിക്കൽ സുന്നത്താണ്. അതിന് റക്അത്തിന്റെ എണ്ണമില്ല. എത്ര വേണമെങ്കിലും ധാരാളം നിസ്കരിക്കണം. ബറാഅത്തിന്റെ രാവ് അങ്ങനെയാണ്. പകൽ നോമ്പ് നോൽക്കണം. അതേ ശഅബാൻ 15 മാത്രമല്ല, അതേ ശഅബാൻ നോമ്പ് നോൽക്കേണ്ട മാസമാണ്. 13 നോമ്പ് നോൽക്കൽ നല്ലതാണ്, 14 നോമ്പ് നോൽക്കൽ നല്ലതാണ്, 15 നോമ്പ് അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. കാരണം ശഅബാൻ 13, 14, 15 അത് അയ്യാമുൽ ബീളാണ്, വെളുത്ത ദിവസങ്ങളാണ്. എല്ലാ മാസവും 13, 14, 15 നോമ്പ് നോൽക്കൽ സുന്നത്താണ്. ശഅബാനിൽ ഏതായാലും സുന്നത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്. ബറാഅത്തിന്റെ ദിനം മാത്രമല്ല, അതേ ശഅബാൻ 13, 14, 15 നോമ്പ് നോക്കണം, അത് സുന്നത്താണ്. എന്നാലോ നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമായ ദിവസങ്ങളുണ്ട്. ഞാൻ എന്റെ ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, അതേ 15 നോറ്റിട്ടില്ല, ബറാഅത്തിന്റെ ദിനത്തിൽ നോമ്പ് നോറ്റിട്ടില്ല, ബറാഅത്തിന്റെ മുമ്പ് നോറ്റിട്ടില്ല എന്ന് കരുതിയിട്ട് ബറാഅത്തിന് ശേഷം 15 ശേഷം ശഅബാനിൽ നോമ്പ് നോക്കുന്നത് പാടില്ല, അത് ഹറാമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. എപ്പോ അയാള് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അത് കൊടുക്കണോ? ഇപ്പൊ തന്നെ കൊടുക്ക. ഓ തേന് അതിലെന്താ എഴുതിയിട്ടില്ല? കല്ലറക്കൽ സ്വലാത്ത് തബറുക്ക് തേൻ. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട സ്വലാത്തിൽ വെച്ച തേന്. അൽഹംദുലില്ലാ, തേന് എന്ന് പറഞ്ഞാൽ തന്നെ ഫീഹി ശിഫാഉൽ ലിന്നാസ് എന്നാണല്ലോ. പിന്നെ സ്വലാത്തിലും കൂടി വെച്ചതാവുമ്പോ അതിന് നൂറുൻ അലാ നൂർ, അങ്ങനെയാണ്. തേനിനെ കുറിച്ച് മാത്രം ഞാൻ ഇപ്പൊ ഈ അടുത്തൊരു സ്ഥലത്ത് സൂറത്തുൻ നഹലിൽ വിശദീകരിച്ചുകൊണ്ട് വഅദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തേന് ശിഫയാണ് എന്ന് കരുതിയിട്ട് നല്ല നിയത്തോടുകൂടെ, വലിയ സംഖ്യ ഒന്നുമല്ല, ബദരീങ്ങളെ സംഖ്യ ഒരു 313. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ബദരീങ്ങളെ എണ്ണം 313. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ നാളെ ഒരു സ്ഥലത്ത് പോയപ്പോ പറഞ്ഞല്ല ഇവിടെ 316 നടന്നു. അപ്പൊ 313 തന്നെയാണ്. അപ്പൊ അത് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 313 രൂപ കൊടുക്കും എന്ന് കരുതിയിട്ട് നിങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഇപ്പൊ തന്നെ കൊടുക്കുക, അല്ലാത്തവര് പിന്നെ അല്ലെ. ഇപ്പൊ ഏതായാലും അത് നിങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഒന്ന് വാങ്ങുക. ഇത് സ്ത്രീകളുടെ ഭാഗത്തേക്ക് 2 ഭാഗത്തേക്ക്. അപ്പൊ അൽഹംദുലില്ലാ, അപ്പൊ കൊടുക്കുക. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു അത് വാങ്ങുന്നവർക്കൊക്കെ നീ പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. അപ്പൊ ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. 15 ബറാഅത്തിന്റെ അന്നും നോമ്പ് നോറ്റിട്ടില്ല, ബറാഅത്തിന് മുമ്പും നോമ്പ് നോറ്റിട്ടില്ല. എന്നാൽ അയാൾക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോക്കണ പതിവൊന്നുമില്ല, അല്ലെങ്കിൽ നേർച്ചയാക്കിയ നോമ്പ് വീട്ടൊന്നുമല്ല, ഖളാ ആയ നോമ്പ് വീട്ടൊന്നുമല്ല. എന്നാൽ
അങ്ങനെ ഈ പറയപ്പെട്ട ന്യായങ്ങളൊന്നും ഇല്ലാതെ 15-ന് ശേഷം മാത്രം നോമ്പ് നോക്കുക, അത് കടുത്ത ഹറാമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. പെരുന്നാൾ നിസ്കാരം, പെരുന്നാൾ ദിവസം നോമ്പ് നോക്കൽ ഹറാമാണ്. അയ്യാമുത്ത ശരീക്കിന്റെ അന്ന് നോമ്പ് നോക്കൽ ഹറാമാണ്. എന്നാൽ ഉമ്മമാരെ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പ്, കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ്, അതിന് ചില ഉമ്മമാർ ഇപ്പോഴും മുദ്ദ് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരു ആശ്വാസമാണ്. മുദ്ദുണ്ടല്ലോ, മുദ്ദുണ്ട്. ഞങ്ങളുടെ നാട്ടില് ഒരു മുദ്ദ ഉണ്ടായിരുന്നു. മുദ്ദ, റാഗിയുടെ മുദ്ദ എന്നതിന് പറയാം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ എവിടെ റാഗിയുടെ മുദ്ദ? ഇപ്പൊ ഉണ്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോ? എന്താ? മുത്താരി മുദ്ദ. അതാണ് ഞങ്ങളുടെ നാട്ടിന് റാഗിന്റെ മുദ്ദ എന്ന് പറയും. ശരിയാണത്. എന്താ ഇപ്പൊ പഴയ കാലത്തെ ഭക്ഷണമൊക്കെ അതന്നെയല്ലേ? ജയിലിൽ പോലും അതാ കൊടുത്തിരുന്നെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയാണ്. അപ്പോ ഇതിങ്ങനെ മുദ്ദിങ്ങനെ കൊടുക്കുക സ്ത്രീകള്. കഴിഞ്ഞ റമദാനിൽ നോമ്പ് പിന്നെ അനുഷ്ഠിക്കാത്തതിന്റെ പേരില് അത് ഈ റമദാന് മുമ്പായി നോമ്പ് ഖളാ വീട്ടുക തന്നെ വേണം. കാരണമില്ലാതെ പിന്തിപ്പിക്കാൻ പാടില്ല. അത് മസലയാണ്. പിന്തിപ്പിച്ചാൽ, അകാരണമായി പിന്തിപ്പിച്ചാൽ ഓരോ നോമ്പിനും മുദ്ദ് കൊടുക്കണം. അത് വർഷങ്ങൾ ആവർത്തിച്ചു വരുന്നതനുസരിച്ച് ഓരോ നോമ്പിന്റെ മുദ്ദിന്റെ എണ്ണം കൂടും. അങ്ങനെയാണ് എന്ന് കരുതിയിട്ട് അവരെ തൊട്ട് നോമ്പ് ഒഴിവായി പോകൂല. ഒരു ഉമ്മയും തെറ്റിദ്ധരിച്ചു പോകരുത്. പിന്നെയോ, അവർ ഈ മുദ്ദിങ്ങനെ കൊടുക്കന്നെ നോമ്പ് ഖളാ വീട്ടണില്ല എങ്കിൽ മരണപ്പെട്ടാൽ ഉമ്മമാരെ ശരിക്കും മനസ്സിലാക്കണം, സഹോദരിമാരെ ആലോചിക്കണം. ആ നോമ്പ് ബാക്കി വെച്ചങ്ങ് മരണപ്പെട്ടാൽ അതേ ഖബറിൽ പോയി കിടക്കുമ്പോൾ ആ നോമ്പ് ബാക്കി വെച്ചിട്ടാണ് പോയി കിടക്കുകയെന്ന ബോധം വേണം. ആ നോമ്പ് പെരടിയിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഖബറിൽ പോയി കിടക്കുന്നത് എന്ന ബോധം വേണേ. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തങ്ങളെ കാണുന്നില്ല. ആയിഷ ഉമ്മയല്ലേ, ലോകത്തുള്ള മുഅ്മിനീങ്ങളാ മുഅ്മിനാത്തുകളായ ഉമ്മമാർക്ക് മാതൃകയല്ലേ സയ്യിദത്തുനാ ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ആ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മെല്ലെ അങ്ങ് തപ്പി നോക്കി, എവിടെയാണ് എന്റെ ഹബീബുള്ളത്, എവിടെയാണ് ലോകനേതാവുള്ളത്? കാണുന്നില്ല. ഇറങ്ങി വന്നപ്പോൾ അതേ മദീന മുനവ്വറയിലെ ജന്നത്തുൽ ബഖീഇലാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തങ്ങൾ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ, താനി ജിബ്രീൽ അലൈഹിസ്സലാം, എന്റെ അരികിൽ ഇപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നതേയുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, നബിയേ ഹാദിഹി, ഇത് ഏത് രാവാണെന്നറിയുമോ നബിയേ? ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ബറാഅത്തിന്റെ രാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അതേ ശഅബാൻ 15ന്റെ രാവാണ് നബിയേ. ഈ രാവിന്റെ പ്രത്യേകത എന്താണ്? വലില്ലാഹി ഉതഖാഉ ഫീഹാ, ഈ ബറാഅത്തിന്റെ രാവിലെ അല്ലാഹു തആല എത്രയോ നരകക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അതേ ബിഅദദി ശുഊരി ഗനമി കൽബ്, കൽബ് ഗോത്രക്കാരുടെ ആട്ടിന്റെ രോമങ്ങളുടെ എണ്ണമനുസരിച്ച് അല്ലാഹു ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവാണ് നബിയേ. എന്നിട്ടതാ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, പക്ഷേ ലാ യൻദുറുല്ലാഹു ഫീഹാ, ആ രാവിലെ, ഇത്രയും മഹത്വമുള്ള രാവിലെ അല്ലാഹു ചില ആളുകളെ പരിഗണിക്കുകയില്ല, അവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കുകയില്ല, അവരെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ആരാണ് ആ വിഭാഗമെന്നറിയുമോ? വിഭാഗത്തെ ഓരോന്നായി എണ്ണിപ്പറയുന്ന കൂട്ടത്തിലെല്ലാം കൂടി ഇപ്പൊ പറയാൻ നേരമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, വലാ ഇലാ ഖാത്തിഉർ റഹീം, കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവരില്ലേ? ഓ ഉമ്മമാര്, ചിലപ്പോൾ നിങ്ങൾ
നിങ്ങൾ കാരണമായി നിങ്ങളെ ഭർത്താക്കന്മാർ അവരെ കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുകയില്ല. അവർക്ക് ചിലപ്പോൾ മിണ്ടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഭാര്യമാരാകുന്ന നിങ്ങളത് ബ്ലോക്ക് ചെയ്ത് വെച്ചില്ല. നിങ്ങളെ പേടിച്ചിട്ട് സ്വന്തം കുടുംബത്തോട് മിണ്ടാത്തവരില്ലേ? എന്തിനാണ് ഈ പിടിവാശി ഉമ്മമാരെ? എത്ര നാൾക്ക് വേണ്ടിയാണ് ഈ പിടിവാശി ഉമ്മമാരെ? ഇപ്പോഴല്ലേ നിങ്ങളെ കൺമുന്നിലൊരു മയ്യത്തിനെ കൊണ്ടുപോയത്? ഓ പുരുഷന്മാരെ, ഇപ്പോഴല്ലേ ഞാനും നിങ്ങളും ഒരു ജനാസ നിസ്കരിച്ചത്? ആ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അത് കാണുമ്പോൾ ദിക്ർ ചൊല്ലല് സുന്നത്താണ്. മയ്യത്ത് കാണുമ്പോൾ ദിക്ർ ചൊല്ലല് സുന്നത്താണ്. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനൽ ഹയ്യില്ലദീ ലാ യമൂത്. എന്താണ് ആ ദിക്റിന്റെ അർത്ഥം? ഒരിക്കലും മരണമില്ലാത്ത, എപ്പോഴും ഹയ്യായിട്ടുള്ള, ജീവിച്ചിരിപ്പുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. എന്തേ ഇതിങ്ങനെ പറയാൻ കാരണോ? മറ്റുള്ളവരെല്ലാം മരിക്കുമെന്നത് ഉറപ്പാണ്. അൽ ഹയ്യില്ലദീ ലാ യമൂത്, മരിക്കാതെ എപ്പോഴും ജീവിച്ചിരിപ്പുള്ളവനോ ഏകനായ അല്ലാഹു തആല മാത്രമാണ് കേട്ടോ. അല്ലാത്ത ഏത് വഅദ് പറയുന്ന മുസ്ലിയാരായാലും, എത്ര വലിയ ആളായാലും മരണമുണ്ട് കേട്ടോ. അതുകൊണ്ടാണല്ലോ പണ്ഡിതന്മാർ സുബ്ഹിയുടെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം ചെയ്യേണ്ടുന്ന ഒരു സുന്നത്തായ കാര്യം കിതാബിലൊക്കെ പഠിപ്പിച്ചത് കാണാം. കല്യൂബിയിലടക്കം മഹല്ലി ഇമാമത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സുന്നത്ത് ഞാൻ എന്റെ ഉമ്മമാരോട് പറയാണ്, സഹോദരിമാരോട് പറയാണ്. അതേ, നാളത്തെ സുബഹി നിസ്കാരത്തിന്റെ സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരത്തിന് ശേഷം ആ ഒരു ചെറിയ സുന്നത്ത് കാര്യം ചെയ്യാൻ മറന്നു പോകരുത്. അത് ചിലപ്പോൾ ആദ്യം നിങ്ങൾ ഫർള് നിസ്കരിച്ചതാണെന്ന് സങ്കല്പിക്കുക, പിന്നെയാണ് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കുന്നത് എങ്കിൽ പോലും മഹാന്മാർ പറഞ്ഞു, സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ടല്ലോ, ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ടുന്നൊരു സുന്നത്താണ്. അതേ, ഒന്ന് ഖിബ്ലയിലേക്ക് മുഖം തിരിച്ചിട്ട് ഒന്ന് ചെരിഞ്ഞു കിടക്കല് സുന്നത്താണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കിടന്നിട്ട് ഉറങ്ങിപ്പോരുത് കേട്ടോ. അവിടെ തന്നെ ഇങ്ങനെ കിടന്നിട്ട് ഉറങ്ങിപ്പോയി പിന്നെ സുബഹി ഖളാകാൻ പാടില്ല. അല്ലാതെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം കഴിഞ്ഞ ഉടനെ, ഉമ്മമാരെ നിങ്ങൾക്കും കൂടി സുന്നത്തുള്ള കാര്യമാണത്, പുരുഷന്മാർക്കും സുന്നത്താണ്, ഒന്ന് ഖിബ്ലയിലേക്ക് ചെരിഞ്ഞു കിടക്കണം. ഏത് കിടത്തമാണത്? ഖിബ്ലയിലേക്കുള്ള ചെരിഞ്ഞ കിടത്തം ഏത് കിടത്തമാണെന്നറിയുമോ സുഹൃത്തുക്കളെ? ഈ സാധുവായ ഞാനങ്ങ് മരണപ്പെട്ടാൽ എന്നെ കൊണ്ടുപോയി കിടത്തുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിൽ എന്റെ മക്കള്, ആ ഖബറിൽ എന്റെ ശിഷ്യഗണങ്ങൾ, ആ ഖബറിൽ എന്റെ സ്നേഹജനങ്ങൾ എന്നെ കൊണ്ടുപോയി കിടത്തുന്ന രൂപം അതാണ്. നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളെ കൊണ്ടുപോയി കിടത്തുന്ന രൂപം അതാണ്. ആ കൊണ്ടുപോയി കിടത്തുന്ന രൂപം ഒന്ന് സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമില്ലേ, സുബ്ഹി ബാങ്ക് കൊടുത്തതിന് ശേഷം ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമില്ലേ, ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ അതുപോലെ ഒരു കിടക്കല് സുന്നത്താണ്. അതിൽ ചൊല്ലി പറയേണ്ടത് വേറെയുണ്ട്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീല വ അസ്റാഈല വ റബ്ബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജിർനീ മിനന്നാർ. ഇനി അത് ചൊല്ലി പറയാൻ കഴിയില്ലെങ്കിലും അതൊരു ചെറിയ ദിക്റാണ്, ഒരു ചെറിയ ദുആയാണ്, നിങ്ങൾക്കത് പഠിക്കാനേ ഉള്ളൂ.
കഴിയുള്ളൂ. ഇനി ഒരു പക്ഷെ അത് ചൊല്ലി പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അതേ ഒന്ന് ചെരിഞ്ഞ് കിടക്കാൻ പഠിപ്പിക്കണ്ടല്ലോ. അതൊരു പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഒന്നവിടെ ചെരിഞ്ഞ് കിടക്കൽ സുന്നത്താണ്. ചൊല്ലി പറഞ്ഞില്ലെങ്കിലും അങ്ങനെ കിടക്കൽ സുന്നത്താണ്. എന്തിനാണ് ആ സമയം അങ്ങനെ ചെയ്യൽ സുന്നത്ത് എന്ന് പറയാൻ കാരണം? അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു ആ നേരം ഏത് നേരമാണ്? അത് അവ്വലുന്നഹാർ, പകലിന്റെ തുടക്കമാണ്. അത് ഏർലി മോർണിംഗ് ആണ്. ഏർലി മോർണിംഗ് എന്ന് പറഞ്ഞാലോ അവ്വലുന്നഹാർ, പകലിന്റെ തുടക്കമാണ്. ഒരു ദിവസം നമ്മുടെ പ്രത്യക്ഷത്തിൽ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ്. ആ തുടക്ക സമയത്തിൽ തന്നെ നിങ്ങളതാ ഒന്ന് ചെരിഞ്ഞ് കിടക്കണം. എന്നിട്ട് ആ കിടത്തത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കണം, റബ്ബേ ഇത് ഒരു ചെറിയ സാമ്പിൾ ആണല്ലോ, ഇതൊരു ട്രയൽ കിടത്തമാണല്ലോ, ഇതൊരു ഗ്രേസ് കിടത്തമാണല്ലോ. ഇതുപോലത്തൊരു ഒറിജിനാലിറ്റി കിടത്തം എന്റെ ഖബറിൽ എന്റെ നാട്ടുകാര് കൊണ്ടുപോയി എന്നെ കിടത്താറുണ്ടല്ലോ. ആ കിടത്തമൊന്ന് നന്നാകണം, അതൊരു നല്ല സന്തോഷത്തോടെയുള്ള കിടത്തമാകണം എന്നിങ്ങനെ ഈ കിടന്നപ്പോൾ ഒന്ന് ആലോചിച്ചാൽ അന്നത്തെ പകലും അന്നത്തെ രാത്രിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിൽ ആശയമുണ്ടാകും. അങ്ങനൊരു ചിന്ത വരാനാണ് ആ കിടത്തം സുന്നത്തെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത്. അങ്ങനെ നല്ല നല്ല രാവുകൾ ഉപയോഗപ്പെടുത്തണോ ആ ബറാഅത്തിന്റെ രാവിലോ. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ആ മയ്യത്ത് കൊണ്ടുപോയ രംഗം കണ്ടില്ലേ ഉമ്മമാര്? ഇത് കണ്ട നമ്മൾ എന്തിനാണ് പിന്നെയും ഒരു വാശിയോടെ ജീവിക്കുന്നത്? എന്തിനാ? പുരുഷന്മാരോട് ചോദിക്കട്ടെ, റമളാനിനെ എത്തിച്ചു തരാൻ അള്ളാനോട് ദുആ ചെയ്യുന്നു. കുടുംബത്തോട് ഇപ്പോഴും പണക്കത്തിലാണ്, അയൽ വീട്ടുകാരോട് ഇപ്പോഴും വിഷമത്തിലാണ്, നാട്ടാരോട് ഇപ്പോഴും പണക്കത്തിലാണ്. എന്നിട്ട് റമളാൻ എത്തിച്ചു തരണമെന്ന് റബ്ബിനോട് ദുആ ചെയ്തിട്ട് വല്ല കാര്യവുമുണ്ടോ? വല്ല നേട്ടങ്ങളുണ്ടോ? ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കേണ്ട സമയമല്ലേ? ഒന്ന് ചിന്തിക്കേണ്ട നേരമല്ലേ? കുടുംബക്കാരോട് പിണങ്ങിയവനാണോ? ബറാഅത്തിന്റെ രാവിൽ പോലും അല്ലാഹു അവനിലേക്ക് നോക്കൂല. വലാ ഇലാ ആഖിൻ ലിവാലിദൈഹി, മാതാപിതാക്കളെ വിഷമിപ്പിച്ചവനാണോ? വേദനിപ്പിച്ചവനാണോ? സ്വന്തം ഭാര്യയ്ക്ക് ഒരു ചെറിയ തലവേദന ഉണ്ടായപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും തിരക്ക് മാറ്റി വെച്ചിട്ട് ഇവൻ വേഗം വന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഉമ്മ പറയുന്നു, മോനെ എനിക്ക് ഭയങ്കര വേദനയുണ്ട്, ശരീരവേദനയുണ്ട്, തലവേദനയുണ്ട്. ഉമ്മാനോട് പറയാണ്, പ്രായമായാലൊക്കെ ഉണ്ടാവും ഉമ്മ, കുറച്ചൊക്കെ ക്ഷമിക്കണം. എന്തേ ഭാര്യയ്ക്ക് വന്നപ്പോൾ എന്താ ക്ഷമിക്കണം എന്ന് പറയാത്തത്? ഭാര്യയ്ക്ക് തലവേദന ഉണ്ടായപ്പോൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ ഭാര്യനോട് ക്ഷമിക്കാൻ പറഞ്ഞില്ല, അപ്പോഴൊന്നും ആ വാല് വന്നില്ല. എന്നാൽ ഉമ്മാക്ക് തലവേദന ആയപ്പോൾ ഉമ്മാനോട് പറയാ, ഉമ്മാന്റെ പ്രായത്രയാ? ചെറിയ പ്രായമൊന്നുമല്ലല്ലോ, അത്യാവശ്യം പ്രായമല്ലേ ഉള്ളു. ഈ പ്രായമുള്ള സമയത്ത് വേദന ഒക്കെ ഉണ്ടാവും, അപ്പൊ ക്ഷമിക്കണം. ഇതൊക്കെ ഉമ്മ കാണാണ്. അപ്പോഴാണ് ആ ഉമ്മ ചിന്തിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, എനിക്ക് നീ തന്ന മോനാണല്ലോ റബ്ബേ. അവന്റെ ഭാര്യയ്ക്കൊരു തലവേദനയുണ്ടെന്നറിഞ്ഞപ്പോൾ വേഗം അങ്ങ് കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ചു മരുന്ന് വാങ്ങിക്കൊടുത്തു. പക്ഷേ എനിക്കൊരു തലവേദന, എന്റെ ശരീരവേദന, അത് എനിക്കും നിനക്കുമല്ലേ അറിയുന്നത്? അത് ഞാൻ മറ്റാരോടുമല്ലല്ലോ പറയേണ്ടത്. ഞാനത് പറയേണ്ടത് എന്റെ നൊന്ത് പ്രസവിച്ച മോനോടാണല്ലോ. ആ മോനോട് ഞാനതങ്ങ് പറഞ്ഞപ്പോൾ അവന് പ്രായമായില്ലേ ഉമ്മ, വേദനക്ക് ഉണ്ടാവും, കുറച്ച് ക്ഷമിക്കണോന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞപ്പോ അപ്പൊ തന്നെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞപ്പോൾ ക്ഷമിക്കണോന്ന് പറഞ്ഞു. ഇത് ഉമ്മയങ്ങ് കണ്ടുമ്മാന്റെ മനസ്സ് വേദനിച്ചില്ലേ മനുഷ്യ? അത് കേട്ട ബാപ്പാന്റെ മനസ്സ് വേദനിച്ചില്ലേ? ആ ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചവനാണോ? സ്വന്തം കെട്ടിയോളെ പ്രീതിപ്പെടുത്താൻ, സ്വന്തം ഭാര്യയെ പ്രീതിപ്പെടുത്താൻ നൊന്ത് പ്രസവിച്ച ഉമ്മാനെ വേദനിപ്പിച്ച മോനാണോ? വാല കേൾക്കുന്ന യുവതികള്, വാല കേൾക്കുന്ന കൗമാര പ്രായമുള്ള പെൺമക്കള്,
ഭൗതികമായ സുഖത്തിന് വേണ്ടി, ഈ ഭൗതികമായ ജീവിതത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു നിമിഷം ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ ശരീരത്തിൽ ധരിച്ചിട്ടുള്ള പർദ്ദക്ക് മൂല്യമില്ല, നിന്റെ തലയിലിട്ടിട്ടുള്ള തട്ടമുണ്ടല്ലോ, ആ തട്ടത്തിന് പ്രസക്തിയില്ല. ബറാഅത്തിന്റെ രാവിലെ പോലും അല്ല നിന്നിലേക്ക് നോക്കൂല. അപ്പൊ നീ എത്ര വലിയ ഭാഗ്യമില്ലാത്തവളോ. അതുകൊണ്ട് നന്നായി ഉണരണം, ഒരുങ്ങണം, പരിശുദ്ധ റമളാനെ വരവേൽക്കാൻ ഒരുങ്ങണം. ഓ ഉമ്മമാരേ, വീട് വൃത്തിയാകണം, പരിസരം വൃത്തിയാകണം, എല്ലാം വൃത്തിയാകണം. വീടിന്റെ പരിസരം വൃത്തിയായാൽ മാത്രം പോരാ, പള്ളിയുടെ പരിസരം വൃത്തിയായാൽ മാത്രം പോരാ, നമ്മുടെ മനസ്സ് വൃത്തിയാകണോ, നമ്മുടെ അവയവങ്ങൾ വൃത്തിയാകണോ. ആ മനസ്സ് വൃത്തിയാകാനാണ് ശഅബാൻ, ശരീരത്തിലെ അവയവങ്ങൾ വൃത്തിയാകാനാണ് റജബ്. ഇതെല്ലാം ചെയ്തുകൊണ്ട് വിശുദ്ധ റമളാനിലേക്ക് ഒരുങ്ങണമെന്ന് മാത്രം ഈ സമയം സാധുവായ ഞാൻ എന്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാദം നിർത്തുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യട്ടെ. ഞാൻ എന്റെ വഅദ് നിർത്തുന്നു. ഇത്രയും നാൾ ഇവിടെ നടന്ന എല്ലാ വഅദുകളും അല്ലാഹുവേ നീയൊക്കെ കബൂൽ ചെയ്യണം റഹ്മാനെ. ഒക്കെ പ്രഗൽഭരായ വലിയ കേരളത്തിലും അങ്ങും ഇങ്ങും ഗൾഫ് നാടുകളിലൊക്കെ അതിലിപ്പോ ഞാൻ മാത്രമുള്ള ഒരു കുറവുള്ള ആള്, ബാക്കിയൊക്കെ വലിയ പ്രഗൽഭരാണ്. അൽഹംദുലില്ലാ. ആ പ്രഗൽഭരായ മഹത്തുക്കളെ പെങ്ങൾക്കൊക്കെ ഇത്രയും ദിവസം ഞാൻ കല്ലറക്കൽ ഇങ്ങനെ നോട്ടീസ് ഇങ്ങനെ നോക്കുമ്പോ എന്റെ പേരായിപ്പോയില്ല, ഞാനിപ്പോ ഒരു ചെറിയ ആളിപ്പോയിൽ കാണുന്നുള്ളൂ. എനിക്ക് തന്നെ പോരണോ വേണ്ടെന്നിങ്ങനെ തോന്നിപ്പോയി. ബാക്കിയൊക്കെ വലിയ വലിയ മഹത്തുക്കളാണ്. അപ്പൊ അവരൊക്കെ ഇവിടെ വന്ന് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ എന്തൊരു ഭാഗ്യാണ്. അൽഹംദുലില്ലാ. അല്ലാഹു അപ്പൊ ഈ നാട് മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും ഒക്കെ വലിയ ബഹുമാനത്തോടെ സ്നേഹത്തോടെ കാണുന്ന നാടാണ്. അല്ലാഹു ആ തനിമ നമ്മുടെ കാലത്ത് മാത്രമല്ല, നമ്മുടെ മക്കൾ, മക്കളെ മക്കൾ, പേരമക്കൾ, ഖിയാമത്ത് നാൾ വരെ വരുന്ന സന്താന പരമ്പര, അക്കാലങ്ങളിലൊക്കെ ഇത് നിലനിന്ന് കിട്ടണം. അല്ലാഹു തആല അങ്ങനെയുള്ള ഒരു നാടായി നമ്മുടെ ഈ നാടും നമ്മുടെ എല്ലാ നാടുകളും അല്ലാഹു ആക്കി തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ നേരത്തെ എന്നോട് പറഞ്ഞു, ഇത് ഇന്നിങ്ങനെ വന്നു എന്നുള്ളൂ, ഇന്ന് സമാപനത്തിന് വന്നതാണ്, ദിക്ർ ഹൽക്ക സ്വലാത്ത് വാർഷികത്തിന് വേറെ വരണം എന്ന് പറഞ്ഞു. മാസത്തിന് വരണമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും വരാം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം തരട്ടെ.